പിങ്ക് പെറ്റൽസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ ഡെസർട്ടായ ബസ്ബൂസയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെയധികം സോഫ്റ്റും നല്ലൊരു ടേസ്റ്റുമുള്ളൊരു ഡെസർട്ടാണിത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ഡെസർട്ടാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പോളം റവ ചേർത്ത് കൊടുക്കുകയാണ്. വറുക്കാത്ത റവയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി റവയിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് 1 കപ്പ് പാലാണ്. ഇനി ഇതിലേക്ക് 1 കപ്പോളം തേങ്ങ നല്ല പൊടിയായിട്ട് ചുരണ്ടിയത് ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാലും ചേർത്ത് കൊടുക്കുക. പിന്നീട് 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ഇല്ലെന്നുണ്ടെങ്കിൽ പകരം പാല് ചേർത്ത് കൊടുത്താലും മതിയാകും. അല്പം ഏലക്കാപ്പൊടി കൂടി ചേർക്കുക. ഇനി ചേർക്കേണ്ടത് 1/2 കപ്പ് ബട്ടറാണ്. ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ, നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇവ മിക്സാക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത ഇവയിൽ ഏതായാലും മതി, അല്ലെങ്കിൽ എല്ലാം കൂടിയായാലും കുഴപ്പമില്ല. 1 മുട്ട ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് 1 ടീസ്പൂണോളം റോസ് വാട്ടറാണ്. ഈ ചേരുവകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് പതപ്പിച്ചെടുക്കുക. ഞാനിത് ഓവനിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കിയ ശേഷം മയം പുരട്ടിയ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓവൻ ഇല്ലെങ്കിൽ കേക്കും ചട്ടിപ്പത്തിരിയൊക്കെ സ്റ്റവിൽ വെച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇതും ചെയ്തെടുക്കാം. ഇനി ഈ ബസ്ബൂസയിലേക്ക് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാരയും അതേ കപ്പളവിൽ 1 കപ്പ് വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി അടുപ്പിൽ വെച്ചിട്ട് പഞ്ചസാര വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ചെടുക്കാം. പഞ്ചസാരയും വെള്ളവും കൂടി യോജിച്ച് സിറപ്പായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓവനിൽ 1/2 മണിക്കൂർ ആയപ്പോഴത്തേക്കും നമ്മുടെ ബസ്ബൂസ നല്ലവണ്ണം ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ബസ്ബൂസ പാകപ്പെടുത്തി എടുത്ത ഉടനെ തന്നെ, അതായത് ആ ചൂടുള്ളപ്പോൾ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഷുഗർ സിറപ്പിന് ഇളം ചൂടായാലും കുഴപ്പമില്ല. ബസ്ബൂസയ്ക്ക് ആ നല്ല ചൂടുള്ളപ്പോൾ തന്നെ ഒഴിച്ചു കൊടുത്താൽ അത് ശരിക്കും പാനി അകത്തേക്ക് പോയിട്ട് നല്ല സോഫ്റ്റായി കിട്ടും. നമ്മൾ തയ്യാറാക്കിയെടുത്ത ഷുഗർ സിറപ്പ് ഏകദേശം മൊത്തം ഇതിന് വേണ്ടി വരും. ഈ ഷുഗർ സിറപ്പ് മൊത്തം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ചൂടാറാൻ വയ്ക്കാം. ഫ്രിഡ്ജിലല്ല, പുറത്താണ് വയ്ക്കുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂർ പുറത്ത് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ബസ്ബൂസ ഷുഗർ സിറപ്പെല്ലാം അബ്സോർബ് ചെയ്ത് നല്ല സോഫ്റ്റും സ്വീറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വിളമ്പാൻ റെഡിയായിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. വളരെയധികം നല്ലൊരു ടേസ്റ്റാണ് ഈ ബസ്ബൂസയ്ക്ക്. കൂടാതെ ഇത് നല്ല സോഫ്റ്റുമാണ്. ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഗസ്റ്റൊക്കെ വരുന്നതെന്ന് അറിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ഇത് തയ്യാറാക്കി വെക്കാൻ പറ്റുന്നത് കൊണ്ട് വളരെ എളുപ്പമാണ്. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും വിടാം. വീഡിയോ കണ്ടവർക്കെല്ലാം വളരെയധികം നന്ദി.